ഫ്ലാഷ് ബാക്ക് 2 ദിവസം മുന്നേ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ടിപ്പോൾ ഞാൻ തറവാട്ടിലാണ്. കഷ്ടകാലം അല്ലാതെ എന്തോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിപ്പ് ഫുള്ള് പൊട്ടി ഡ്രൈ ആയിരിക്കും ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആട്ടെ എനിക്ക് ഡെർമഡോക്കിൻ്റെ ലിപ് ബാം മേടിച്ചു കൊടുന്നു. മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? ഒരു പ്രൊമോഷന്റെ വീഡിയോ ആയിട്ട് ഭയങ്കര നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തൊക്കെ പറഞ്ഞാലും ദുർമാരി മറിച്ചടത്ത പരിപാടി തന്നെയാണ്. സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി കരയേന്. അതിന് കുറെ പേര് പറഞ്ഞു ഈ മരിച്ച സമയത്താണോ നിങ്ങൾ ഇതാക്കുക, അച്ഛമ്മ മരിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ വർക്കും കാര്യങ്ങളും മാറ്റി വെക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണിക്കാം, പറയാൻ പാടില്ല. നമുക്ക് ഒരു മാസം ഇത്ര വീഡിയോ ചെയ്യണം, നമുക്ക് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നു കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ, അതിന് വേറെ നിവൃത്തിയില്ല. നമ്മൾ പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെ വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? മോള് ഇരിക്കേണ്ടത് ഇരുന്നില്ല, ഓരോ കാരണങ്ങളായിട്ട് അവരൊക്കെ സ്കിപ്പായി. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. എന്തായിരുന്നു ചക്ക വേരിലും കായ്ക്കുന്ന പറഞ്ഞില്ലേ, അതേപോലെ നമുക്കും കാരണങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ഇതല്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ അതെ, അതാണല്ലോ അതിന്റെ മര്യാദ. നമുക്ക് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. കുറേ പേര് ഞാൻ ആ ഷോർട്സ് ഇട്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. പക്ഷേ നമുക്ക് കരാറുള്ള കാര്യം നമുക്ക് ചെയ്തേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ടൈമെല്ലാം കടന്നു പോകും. ഇത് നമ്മൾ കെട്ടുപൊക്കി എല്ലാതും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണ്ട. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല, ചുമ്മാ വില ഗതി പിടിക്കാത്ത. പിന്നെ എൻ്റെ അച്ഛനോടും അമ്മോടാണേലും ഇവിടുത്തെ തറവാട്ടത്തെ പാപ്പനോടും മേമോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള കേസാണ് ഞാൻ വീഡിയോ എടുത്തോട്ടത്. അപ്പോൾ അവർ പറഞ്ഞു ഇതിട്ട് ചെയ്തോ, ബാർഗഡ ദിക്ക് ചെയ്യാം. പറ്റിയ കുടുംബം കഷ്ടം.